എന്താ മോളെ? ഞാനേ ഫിദ മാഡത്തിനെ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. അതെങ്ങനെയാ മനസ്സിലായി ഞാൻ വിളിക്കാൻ പോവാന്ന്? അതെ, അമ്മയും മക്കളും തമ്മിൽ ഒരു മനപ്പുറത്തം ഉണ്ടെന്ന് അറിഞ്ഞൂടെ? ശരിയാ. അല്ല, ഇപ്പൊ എവിടെ നിങ്ങള്? ഞങ്ങളെ ഒരു ഹോട്ടലിലെ റൂം എടുത്തിരിക്ക. വരുൺ കുളിച്ചോണ്ടിരിക്ക. നിങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ അവിടെ എത്തിയല്ലോ അല്ലേ? ഒരു കുഴപ്പവും ഇല്ല. എന്റെ സംസാരം കേട്ടാൽ അറിയില്ലേ ഞാൻ നല്ല സന്തോഷത്തിലാന്ന്. കാണാത്ത സ്ഥലങ്ങള്, പോകാത്തത്ര ദൂരങ്ങള്, പിന്നെ വരുണിന്റെ കൂടെയല്ലേ. അതെ, മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണം കേട്ടോ. വരുൺ കൂടെ ഉള്ളപ്പോ എന്താ ആവശ്യം വരാനാ? എന്നാലും ഞാൻ വിളിച്ചോളാം. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പോകുന്നേ? പിന്നല്ലാതെ. വരുൺ എന്നെ പറഞ്ഞ് കളിയാക്ക. സ്കൂൾ കുട്ടികളെ ടൂറ് കൊണ്ടുപോകുന്ന പോലെയുണ്ട് ഞാൻ ഓരോന്ന് കാണുമ്പോ തുള്ളിച്ചാടുന്നെന്ന്. സന്തോഷായിട്ടിരുന്നാ മതി. ആ, വരുൺ വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. മാഡത്തിന് സുഖല്ലേ? മോള് സന്തോഷായിട്ടിരിക്കുകയാണെങ്കിൽ അമ്മയുടെ മനസ്സിലും സന്തോഷം ഉണ്ടാവും. ശരി മാഡം. ശരി മോളെ. ഉമ്മ. ഉമ്മ. അമ്മേ, എനിക്ക് നല്ല പേടിയുണ്ട്. ചെറിയമ്മയുടെ കാര്യത്തിലുള്ളതിനേക്കാൾ ഇപ്പോ അമ്മയുടെ കാര്യത്തിലാ. അല്ല, എന്തെങ്കിലും സംഭവിച്ചു പോയാ ആളുകളുടെ മുമ്പിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ട സങ്കടം. അതുകൊണ്ടാ. ഇറക്കി വിട്ടത് സത്യോ? അതിന്റെ കാരണങ്ങൾ മതിലിൽ എഴുതി ഒട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടില്ലേ? അതൊക്കെ ആരെങ്കിലും പറയുമോ? പ്രത്യേകിച്ച് കണിമംഗലം പോലൊരു കുടുംബത്തിന് കുറ്റം പറയാനൊരു അവസരം കിട്ടിയ ആരെങ്കിലും അത് വെറുതെ കളയുമോ? പറയാനുള്ളവർ പറഞ്ഞോട്ടെ, കേസ് എടുക്കാനുള്ളവർ കേസ് എടുത്തോട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ? ചെറിയമ്മ എവിടെയെങ്കിലും എഴുത്തോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതില് കൃത്യമായിട്ട് അമ്മയുടെ രാധികയുടെ പേരുണ്ടാവും. ഓ, അത് വല്ല പോലീസുകാർക്കും കിട്ടിയാ. കൽപ്പനെ, നീ ഇതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുകയാണോ? അതോ ഞാൻ ഭയപ്പെടുന്ന കണ്ട് സന്തോഷിക്കുവാണോ? അയ്യോ അമ്മേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ല. അമ്മ ഒരു കേസിൽ പെടുക, ചോദ്യം ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ അത് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മേ? അതെ, തനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ. തന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. എന്ത് കാര്യത്തിലും എന്റെ ചില ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാറുണ്ടല്ലോ. വിശന്നു കഴിഞ്ഞാൽ എന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? കണ്ണിന് വല്ല പ്രത്യേകതയുണ്ടോ? മൂക്കിന് വല്ല പ്രത്യേകതകളുണ്ടോ? വിശന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാലേ, വിശന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാ. അല്ലെങ്കിലോ? അല്ലെങ്കിലും ഭംഗിയുണ്ട്. ഓ, സുന്ദരിയല്ലേ എന്റെ കൊച്ച്? ഓ, കഴിക്കേ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അതെ, കൈ കൊണ്ടെടുത്തുകൂടാ. പിന്നെ എങ്ങനെ ഇത് വായിലെത്തുന്ന? അതിനാണ് ഈ ഫോർക്ക്.
ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കഴിക്കണം നോക്കിയേ. ദേ, അങ്ങനെ വേണം കഴിക്കാൻ. അതെ, നമ്മൾ ഇതിനു മുമ്പ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചില്ലേ? അപ്പൊ ഞാൻ കൈകൊണ്ടല്ലേ കഴിച്ചേ? അതെ, എല്ലാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാ. സിറ്റുവേഷൻ ഏതായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. ഓ, ഞാൻ ഏതായാലും തർക്കത്തിനില്ല. താനേ ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കഴിക്ക. ആദ്യമായിട്ടല്ലേ, ഒന്നുകൂടെ ട്രൈ ചെയ്യ. കഴിക്ക. എന്തു പറ്റി? ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? ഫുഡൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ ഈ കമ്പും കോലോട്ട് കഴിച്ചിട്ടൊരു സുഖമില്ല. അതെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ആ ഫോർക്ക് അങ്ങ് മാറ്റി വെച്ചേക്ക്, എന്നിട്ട് കഴിക്കും. അതെ, ഈ ടേബിൾ മാനേഴ്സ് ഒക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം. അല്ലാതെ പെർഫോം ചെയ്താലേ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ കൈ കൊണ്ട് കഴിക്കാവോ? പിന്നെ അല്ലാതെ താൻ കഴിക്കും.